ദൈവസന്നിധിയിൽ അവസാന നിമിഷം വരെയും നിന്നു. താൻ പിടിച്ചിരുന്ന വിശ്വാസത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകാതെ അന്ത്യത്തോളം താൻ സേവിച്ച കർത്താവിനെ സേവിപ്പാനും കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാനും പ്രിയ മാതാവിന് ദൈവം ഒരിക്കൽ കൂടി ദൈവം ആ കുടുംബം സ്ഥലം വിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായി. അതുപോലെ ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൂടെ ആ കുടുംബം വീടും സ്ഥലം വാങ്ങിക്കുവാൻ പ്രിയ അച്ഛമ്മ നാട്ടിൽ കടന്നു വന്നപ്പോഴാണ് 5 വർഷം മുമ്പ് അവസാനമായിട്ട് കാണുന്നത്. അതൊന്ന് നല്ല വളരെ ചെറിയ ഉൾപ്പെടെ ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന് സ്ഥലം കൈ ഒപ്പുവെച്ച് എഴുതി തരുന്നതിന് ഇടയാക്കി. പലപ്പോഴും ദൈവസന്നിധാനം വിട്ടുപോകേണ്ട പല സാഹചര്യങ്ങൾ കുടുംബത്തിലുണ്ടായിരുന്നുവെങ്കിലും അതിലൊന്നും പതറിപ്പോകാതെ ദൈവസന്നിധാനത്തിൽ നിലനിൽപ്പാൻ ആ പ്രിയ കൊച്ചമ്മനെ ദൈവം ഒരുക്കിയെടുത്ത ദൈവത്തിന്റെ വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം അവർക്ക് 2 മക്കളെ ദാനമായി കൊടുത്തു. ഞങ്ങളുടെ ഓമിനി എന്ന് പറയും, സജി എന്ന് പറയും. ആ പൈതങ്ങളെ പത്യോപദേശത്തിൽ വളർത്തിയെടുക്കുവാനും അവരുടെ പോകേണ്ട സമയത്ത് പോകേണ്ട സ്ഥലങ്ങളിൽ അവരെ പറഞ്ഞുകൊണ്ട്, അതായത് ആരാധനയ്ക്ക് അങ്ങനെയുള്ള കൂട്ടങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുന്നതിനും ദൈവഭയത്തിൽ വളർത്തിയെടുക്കുന്നതിനും ആ പൈതങ്ങളെ വളരെയധികം സഹായിച്ചൊരു മാതാവാണ് ഈ മാതാവ്. പ്രിയ മാതാവിന്റെ വേർപാടിൽ ഞങ്ങൾക്ക് ദുഃഖവും പ്രയാസവും ഉണ്ടെങ്കിലും അതിൽ പ്രിയായി വളരെ സന്തോഷമുണ്ട്. താൻ സേവിച്ചു നിന്ന ദൈവത്തിന്റെ സന്നിധാനത്തിൽ എത്തിച്ചേർന്നുള്ള ആ സമാധാനം ഓർക്കുമ്പോൾ വളരെ മനസ്സിൽ സന്തോഷമുണ്ട്. ഈ ലോകത്തിൽ വെച്ച് ഇനിയും കാണുവാൻ കഴിയില്ലെങ്കിലും ആ നിത്യയുടെ തുറമുഖത്ത് എത്തിച്ചെല്ലുമ്പോൾ അവിടെ കാണാമെന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളോടും സഹോദരി സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നാം സേവിച്ചു നിൽക്കുന്ന ദൈവം വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്ത സഹിയായ ഒരു ദൈവത്തിന്റെ സന്നിധാനത്തിലാണ് നാം ആയിരിക്കുന്നത്. ആ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ചെന്ന് ആ നിത്യതയുടെ തുറമുഖത്തെ തന്നെ ആ നിത്യതയിൽ ചെന്ന് എത്തേണ്ടതിനായിട്ട് നമ്മെ തന്നെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കുകയും ഇന്ന് രാവിലെ പറഞ്ഞത് സബ്മിറ്റ് യുവർസെൽഫ് ഇൻ ദി പ്രസൻസ് ഓഫ് ഗോഡ് സോ ദാറ്റ് ആസ് യു ആർ ഇൻ ദിസ് വേൾഡ്. നാം ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം നമ്മെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കുക. ദുഃഖം, പ്രയാസം, പീഡകൾ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ പതറിപ്പോകാതെ, വീണുപോകാതെ, താണുപോകാതെ നാം പിടിച്ച ആ കൊടിയെ മുറുകെ പിടിച്ചുകൊണ്ട്, നാം പിടിച്ച ആ കൊടി സ്നേഹത്തിന്റെ കൊടി എന്ന് ആർക്കും വിളിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമുക്ക് തന്നെ ആ ദൈവ സന്നിധാനത്തിൽ നമുക്ക് തന്നെ ആയിരിക്കാം. കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, സമാധാനിപ്പിക്കട്ടെ. ഞാൻ ഉദ്ദേശിച്ചു വന്നതുപോലെ അല്ല. ദുഃഖത്തിനും കഷ്ടമുണ്ടെങ്കിലും അമ്മച്ചി പ്രാവശ്യത്തിൽ സന്തോഷിക്കാണ്. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകും. ഇതെല്ലാം നിർത്തി കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനെ സന്തോഷിക്കാൻ തക്കണം ഇവർ സഹായിച്ചു. അമ്മയുടെ കുടുംബത്തിലെ 7 അമ്മമാരാണുള്ളത്. ആദ്യം അമ്മാച്ചൻ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. അതിനുശേഷം അപ്പച്ചനാണ് കടന്നുപോയത്. ശേഷം അമ്മച്ചി 3 വർഷക്കാലം ഈ ലോകത്ത് ജീവിക്കാൻ സഹായിച്ചു. അമ്മച്ചി ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. ശേഷം അമ്മച്ചിക്കാണ് ദൈവം ആ പലകെടുപ്പാൻ സഹായിച്ചത്. താൻ പ്രിയം വെച്ച കർത്താവിനും സഹായിച്ചു. ഞങ്ങൾ വന്നുള്ളവരാണ്. ആ വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകണം. ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം കുറച്ച് കഷ്ടങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതമാണ്. ശങ്കരത്തിൻ്റെ പോലെ ഏറെയാൽ 70 അതിൻ്റെ പ്രതാപവും പ്രയാസം ദുഃഖകരമാണ് എന്ന് നമ്മൾ ഇവിടുന്നെല്ലാം പോകും. ആ വിശ്വാസം ഞങ്ങളെ കുറിച്ച് കാണാം. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വന്ന എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ചെറിയ സാക്ഷി Yeah.
ഈ സമയത്ത് എനിക്ക് തന്നെ അറിയത്തില്ലെന്ന് പറയണം. എനിക്കറിയാത്തൊരവസ്ഥയാണ്. എങ്ങനെ രണ്ടു വാക്കൻ അമ്മയെ പറ്റി പറഞ്ഞില്ല. എനിക്ക് പ്രയാസമുള്ളതെന്നുള്ളത് ഞാൻ പറയുവാണ്. നല്ല ഓർമ്മ വിശ്വാസത്തെ തോട്ടം തേച്ചത് ഇനിയുടെ എല്ലാ പ്രായപ്പാലേക്ക് പോയിരിക്കുകയാണ്. ആ സ്ഥാനത്ത് അടിയക്കം ചെറിയാണെന്നുള്ള പ്രത്യാശയോടെ അടിയക്കം ജീവിക്കുന്നു. അതിനുവേണ്ടി ദൈവങ്ങൾ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ അമ്മ എൻ്റെ അമ്മയുടെ അനുജത്തിയാണ്. അമ്മ ഈ ലോകത്തിൽ ഈ ജീവിതം വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു. ലോകത്തിൽ വിശ്വാസത്തോടുകൂടി വിശ്വാസത്തിൽ ഓടി ജീവിച്ച അമ്മ ഈ ലോക ജീവിതത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ മടിയിൽ ഇരിക്കുന്നതായ ഈ അവസ്ഥയാണ്. ദൈവം അമ്മാമയുടെ എല്ലാ ആവശ്യങ്ങളെയും നടത്തിക്കൊടുത്തു. കർത്താവ് എല്ലാം കൊണ്ട് അനുഗ്രഹിച്ച അമ്മാമയെ ദൈവം ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ ചക്ര കുടുംബത്തിൻ്റെ കണ്ണോളം സമാപിക്ക് നൽകിക്കൊണ്ട് എൻ്റെ ഭാവിച്ചു. പെട്ടെന്ന് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞാൻ ആദ്യം ചോദിച്ചു. ഏപ്രിൽ മാസം ഇവിടെ കടന്നു വരുവാനും അമ്മാവനോട് 18 ദിവസം താമസിക്കാനും എന്നെ സഹായിച്ചു. കാര്യങ്ങളൊക്കെ പറയുവാനും എല്ലാം റെഡിയാക്കി. ഞങ്ങളുടെ ജനനോട് ഞങ്ങളെ വളരെ കഷ്ടതയും പ്രയാസങ്ങളിലൊക്കെ ഞങ്ങളെ വളർത്തി പഠിപ്പിച്ചു. അതുപോലെ ദൈവത്തിലെ എല്ലാ മീറ്റിങ്ങിലും ഒക്കെയും ഞങ്ങൾ ഓടിച്ചു വിടുമായിരുന്നു. പശുവിനെ കറക്കുന്ന പാല് ആദ്യം തന്നു വിടും. എന്നോട് പറയാം, നീ കൊണ്ട് കൊടുക്കണി എന്നും പറഞ്ഞു. ദൈവമില്ല എല്ലാത്തിൻ്റെയും ആദ്യം കിട്ടുന്ന എല്ലാം ദൈവത്തിൽ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ഇതെല്ലാം തന്നു വിടുമായിരുന്നു. അതുപോലെ വിശ്വാസത്തിൽ അന്ത്യത്തോടെ വിശ്വസ്തയോടെ അവിടെ നിലനിർത്തി ഒരു ഓട്ടം തികച്ച് വിശ്വാസം കാത്തു നീ നിത്യതയിൽ അവിടെ ചെന്ന് കാണാം എന്ന പ്രത്യാശയോടെ ഒരുപാട് ശക്തമായിട്ട് വന്ന് ഇവിടെ കൂടെ കൊടുത്തു താമസിച്ചു. ഇത്ര വെള്ളം കടന്നു പോകുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. വളരെ സന്തോഷപ്പെട്ട് നാട്ടിലെയും ഊരിലെയും എല്ലാം കഥ പറഞ്ഞു. ഞാൻ ചെന്നാൽ മോനോടും മരുമോളും മക്കളോടൊന്നും ഒരു കാര്യമില്ല. അമ്മച്ചി എൻ്റെ അടുത്ത് വരും. ഇരുന്ന് എന്തുവാ നാട്ടിൽ പറയും കൊച്ചു വർത്താനോ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രാവശ്യം 2ാം പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, അമ്മച്ചി എന്നെ അമ്മച്ചെന്ന് വിളിക്കും, ഞാനും അമ്മച്ചെന്ന് വിളിക്കും. ഞങ്ങൾ രണ്ടും അമ്മച്ചിയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നെ അമ്മച്ചിയുടെ കൂടെ 2 ദിവസം വന്ന് താമസിക്കണം. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു പുള്ളിക്കാരിയെ കൊണ്ടുവന്നിരിക്കണം. പക്ഷേ ഇവിടെ റൂമില്ല, അതിനേറ്റ വസതിയില്ല. ഈ 3ാം നില കയറി ഇറങ്ങാൻ കഷ്ടം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അമ്മച്ചിയെ കൊണ്ടുവരാൻ ഇഷ്ടമുണ്ടെങ്കിലും കൂടെ ഞാൻ കൊണ്ടുവന്നില്ല. പിന്നെ കഴിഞ്ഞ ഒരു 4-5 ദിവസം അമ്മച്ചി മരിക്കുന്നതിന് 4-5 ദിവസം മുൻപ് ഞാനൊരു പുതിയ ആത്മാക്കളെ തേടി പോയി. 9:30 കഴിഞ്ഞു. അന്നേരം ഒരു ബ്രദറിനോട് ചോദിച്ചു, അമ്മച്ചി എവിടെ പോവാം? ഞാൻ പറഞ്ഞു, വീട്ടിൽ പോകാൻ സമയമായി, എന്നാലും നമുക്ക് അമ്മച്ചിയെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞ് അവിടുന്ന് 10 കിലോമീറ്റർ ദൂരെ സജിയുടെ വീട്ടിൽ പോയി അമ്മച്ചിയെ കണ്ടു. വലിയ സന്തോഷമായി. അമ്മച്ചി എൻ്റെ അടുത്ത് മുറിക്കകത്തുനിന്ന് വന്നു. സാധാരണ ഇവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ശബ്ദം കേട്ട് താൻ ഇരിക്കുന്ന മുറിയിൽ നിന്ന് ഇവിടെ നൽകപ്പെട്ടതാണ്. आने के बाद वो पूछेंगे कौन है, कुछ पास्टर है, बड़ा पास्टर है, अमची का क्या हाल है, एक सेवक का नाम लेकर वो उनके बारे में उनका हाल चाल पूछेंगे. വഴി വന്നതിന് ശേഷം ആരാണെന്ന് ചോദിക്കും, പേര് കുറിച്ചും ഏത് നാളാണ് ഞാൻ വന്നിട്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ല എന്ന് പോയി പറയാറുണ്ട്. अक्सर मुझे वो कहते थे, उनको मेरा हिंदी नहीं आता था, वो कहते थे आप मलयालम सीखो, मलयालम सीखो.
എന്നോട് സാധാരണ പറയാറുള്ളത് എനിക്ക് ഹിന്ദി അറിയത്തില്ല, അതുകൊണ്ട് ഭാഷ മലയാളം പഠിക്കുക, ഭാഷ മലയാളം പഠിക്കുന്നു. कुछ भी हो, जब हम जाते थे कई बातें पूछते थे और शांति की बातें करते थे. എന്തായാലും ചിലപ്പോഴൊക്കെ വളരെ സന്തോഷമായി സംസാരിക്കുകയും സമാധാന വാക്കുകളാണ് താൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. തിങ്കളാഴ്ച കാണാത്ത കൊണ്ടുകൾ കടന്നു പോയപ്പോൾ उसी दिन जहाँ बैठते वहाँ वो नहीं आए. താൻ ഇരിക്കുന്നിടത്ത് നിന്ന് തനിക്ക് വെളിയിൽ വരുവാൻ കഴിയും. और मैं सिस्टर्स को मेरे साथ थे, उनको कहा आप रूम में जाकर वहाँ उनके साथ थोड़ी देर बैठे बात करें. എന്നോട് സന്ദർശിക്കാൻ വന്നതായ സഹോദരിമാരോട് പറയുകയുണ്ടായി, നിങ്ങൾ അകത്ത് ചെന്ന് കാണുക. हमारा सिस्टर्स उधर गए, उनके साथ बातचीत किया. സഹോദരിമാർ അകത്ത് പോവുകയും അമ്മച്ചിയോട് സംസാരിക്കുകയും ചെയ്തു. फिर भी वो लेटे रहे, वो उठ नहीं. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ യഹോവഭക്തന്മാരുടെ മരണം വലിയതാകുന്നു. संसार के लोगों की तरफ जब हम देखते हैं तो वो कई तरह से रोते और चिल्लाते हैं और रात करते हैं, तो हम देखते हैं ലൗകിക മനുഷ്യരെ നോക്കുമ്പോൾ അവർ ലോകത്തിൽ ഞരങ്ങുകയും മുറവിളിയിടുകയും കരയുകയും ചെയ്യുന്നതായി കാണുന്നു. परमेश्वर के वचन से जब हम पढ़ते हैं, ദൈവവചനത്തിൽ നിന്ന് നാം വായിക്കുമ്പോൾ भजन संगीता तो घर जाते हैं, एक भय उनके जीवन में आ जाता है. മരണവാർത്ത കേട്ടതിന് ശേഷം ഭവനങ്ങളിൽ പോവുകയും അപ്പോൾ ദുഃഖിതരാകുകയും അതുപോലെ ഭയപ്പെടുകയും ചെയ്യും. लेकिन परमेश्वर के वचन में भक्त लोग बोलने का मतलब जो धर्मी लोग हैं उनका मृत्यु जो है वो कीमती करके कहा गया है. ദൈവത്തിന്റെ വചനത്തിൽ തന്റെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിലയേറിയതാകുന്നു. क्यों परमेश्वर के लोगों के भक्त जो है जो धर्मी जन है उसकी मृत्यु जो है वो कीमती है. എന്തുകൊണ്ടാണ് ദൈവഭക്തന്മാരുടെ മരണം ദൈവത്തിന്റെ സന്നിധിയിൽ വിലയേറിയതാകുന്നത്? और संसार के लोग जो है जिनकी मृत्यु होती है उनके बारे में हम देखते हैं, लोग शोक करते हैं, विलाप करते हैं. ഈ ലോകത്തിൽ നോക്കിയാൽ ലോക മനുഷ്യർ മരിക്കുമ്പോൾ അവർ വിലപിക്കുന്നു, അയൽവരുടെ മുറവിളിയിടുന്നു. परमेश्वर के जो लोग हैं उनके बारे में देखते हैं कि उनके जीवन में एक जीवित आशा होता है. എന്നാൽ ദൈവജനങ്ങളുടെ മധ്യയിൽ മരണത്തിന് ശേഷം അവരുടെ ജീവിതത്തിൽ